Hi, this is Uttara. Welcome to episode 4 of Healthy Recipes. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആപ്പിൾ ബേസ്ഡ് സാലഡ് ആണ്. അതിനു മുമ്പേ നമുക്ക് ഫൈബറിനെ കുറിച്ച് പറയാം. നമ്മുടെ ബോഡിയിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഫൈബർ. ഞാൻ എവിടെയോ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വായിച്ചതാണ്. നമ്മൾ വലുതായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി നമ്മുടെ ഫാറ്റിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. നമ്മുടെ ഓർഗൻസ് എന്തായാലും ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പയറ് പോലത്തെ ബീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്ലോട്ടഡ് ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ പയറ് പോലത്തെ ലെഗ്യൂംസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി എക്സ്ട്രാ ആസിഡ് യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇൻറ്റസ്റ്റൈൻസിൽ കൂടെ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആക്കുന്നത് ഫൈബറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഫൈബർ സോഴ്സ് ആയിട്ടുള്ളത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അങ്ങനെ ആപ്പിളിലാണ് വളരെ അധികം ഫൈബർ കണ്ടന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്യാൻ പാടില്ല. കാരണം എപ്പോഴും ഫ്രൂട്ട്സിൻ്റെ കൂടുതൽ ഫൈബർ കണ്ടന്റും അതിൻ്റെ സ്കിന്നിലാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഫൈബർ ആണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. സോല്യൂബിൾ ഫൈബർ ഉണ്ട്, ഇൻസോല്യൂബിൾ ഫൈബർ ഉണ്ടാവും. സോല്യൂബിളിൽ വരുന്നതാണ് ഈ ആപ്പിൾ, ഓറഞ്ചസ് അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ. ഇൻസോല്യൂബിൾ ഫൈബർ ആകുമ്പോൾ നമ്മളെ കുറച്ചും കൂടെ ഡൈജസ്റ്റ് ചെയ്ത് സ്റ്റൂള് ഫോം ചെയ്യാനായിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൊളസ്ട്രോൾ ലെവൽസ് കുറയ്ക്കാനും ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ കുറേ നേരം ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു തലചുറ്റൽ പോലെയൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ വല്ലാണ്ട് താഴേക്ക് പോകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഷുഗറി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്പൈക്ക് ഉണ്ടാവും. സ്പൈക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എനർജി കിട്ടും, പക്ഷെ അതേപോലെ അത് പിന്നെയും ക്രാഷ് ചെയ്യും. അപ്പോൾ ക്രാഷ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും ക്രേവിങ്സ് വരും. അതുകൊണ്ടാണ് നമുക്ക് ഒരു ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും ചോക്ലേറ്റ് കഴിക്കാൻ തോന്നും, പിന്നെ അൺഹെൽത്തി ആയിട്ട് കഴിക്കാൻ തോന്നും. പക്ഷെ അതേസമയം നമ്മൾ ആപ്പിൾ പോലത്തെ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിലത്തെ ഷുഗർ കണ്ടന്റ് നമുക്ക് എനർജി തരുകയും ചെയ്യും, പക്ഷെ നമുക്ക് സ്പൈക്ക് ഉണ്ടാവില്ല. നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് തന്നെ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ബ്ലഡ് ഷുഗർ ലെവൽസും ബാലൻസ്ഡ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ആർ ആപ്പിൾ സാലഡ് ടുഡേ. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ആപ്പിൾ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം. പീനട്ടിൽ വളരെയധികം പ്രോട്ടീൻ ഉള്ള ഒരു സീഡാണ് പീനട്ട്. നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കാഷ്യൂസ് ഉണ്ട്. കാഷ്യൂസ് ആർ വെരി ഹെൽത്തി എന്ന് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ഹെൽത്തി ഫാറ്റ്സ് ഉള്ളതാണ് കാഷ്യൂ നട്ട്സ്. കാഷ്യൂസ് ആഡ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് നമുക്ക് പൊമഗ്രാനറ്റ് സീഡ്സും കൂടെ ആഡ് ചെയ്യാം. ഇത് കുറച്ചൊരു ഇന്ത്യനൈസ്ഡ് സാലഡാണ്. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ചാറ്റ് മസാലയാണ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ചോപ്പ് ചെയ്യുക, ബൗളിലേക്ക് ഇടുക, ചാറ്റ് മസാല ആഡ് ചെയ്യുക. ആൻഡ് ഇത്രയും ഈസി ആയിട്ടുള്ളൊരു സാലഡാണ്. പക്ഷെ നമുക്ക് വളരെ ഫില്ലിംഗ് ആയിട്ട് ഇരിക്കും, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദ നട്ട്സ് ഇൻ ഇറ്റ്. ആൻഡ് ആപ്പിൾ ആണെങ്കിലും അതെ, നമ്മൾ പറയും ആപ്പിൾ വളരെ വേഗം ഡൈജസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഇത് ഒരു കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കില്ല. ഇപ്പോൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിക്കുകയാണെങ്കിൽ ഉച്ച വരെ ഡെഫിനറ്റ്ലി ഒരു 4 hours നമുക്ക് വിശക്കാതെ തന്നെ ഇരിക്കും. ഓർ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കഴിക്കാനും പറ്റും. നമ്മളിപ്പോൾ ഒരു വർക്കിൻ്റെ ഇടയിലൊക്കെ നമ്മളൊരു ബോക്സിൽ ക്യാരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവറി 1 hour ജസ്റ്റ് ഒന്ന് സ്നാക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിലും ചെയ്യാൻ പറ്റും. കൊണ്ട് നടക്കാനും എല്ലാത്തിനും വളരെ ഈസി ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പം നമുക്ക് ആപ്പിൾ ചോപ്പ് ചെയ്ത് തുടങ്ങാം. ചിലപ്പോൾ ആപ്പിളിൻ്റെ ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബട്ട് സോ ഈസ് മെനി അതർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഓരോ ഫ്രൂട്ടിനും വെജിറ്റബിളിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഇത് കഴിക്കരുത് അത് കഴിക്കരുത് എന്ന് വിചാരിക്കും. പക്ഷെ കഴിക്കരുത് എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മൾ എന്ത് ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നു, ഏത്
ബാക്കി വേറെ എന്ത് ഫുഡ്സിൻ്റെ കൂടെ നമ്മളത് മിക്സ് ചെയ്യണു, എങ്ങനെ അത് ബാലൻസ് ചെയ്യണു എന്നുള്ളതിലാണ്. ഫാറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതല്ല, ബട്ട് ഹെൽത്തി ഫാറ്റ്സ് എന്തായാലും കഴിക്കണം. ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നതും ക്രേവിങ്സ് കുറയ്ക്കാൻ പറ്റുന്നതും ഓവറോൾ നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നതും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പീനട്ട്സ് ആഡ് ചെയ്യണു ആസ് പെർ യുവർ ചോയ്സ്. പീനട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മളിത് ഫുള്ളായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഹൈ സോഴ്സ് ഓഫ് പ്രോട്ടീൻ. പിന്നെ നമുക്ക് കാഷ്യൂ നട്ട്സ് ഇടാം. യു ക്യാൻ ആഡ് എനി നട്ട്സ് ഓഫ് യുവർ ചോയ്സ്. ആൽമണ്ട്സ് ഇടണമെങ്കിൽ അതിടാം, വാൾനട്ട് ഇടണമെങ്കിൽ അതിടാം. ഏത് നട്ട്സ് ഇടുന്തോറും നമുക്ക് കുറച്ചും കൂടെ ഫില്ലിംഗ് ആവുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ആഡ് ചെയ്യാനും പറ്റും. പൊമഗ്രാനേറ്റ് ഇടുമ്പം അതിന് ഡെഫിനറ്റ്ലി ഒരു ഫ്ലേവർ കുറച്ചും കൂടെ വരും. ആൻഡ് ഇറ്റ് ബിക്കംസ് മോർ കളർഫുൾ. നമുക്കൊരു ആർട്ടിസ്റ്റിക് വേയിൽ ചിന്തിക്കുകയാണെങ്കിൽ പൊമഗ്രാനേറ്റും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കുറച്ചും കൂടെ വരുന്നത്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യൂക്കുംബർ ആഡ് ചെയ്യാം. ദിസ് ഈസ് ഓപ്ഷണൽ ബിക്കോസ് ഇതൊരു ഹൈ വാട്ടർ കണ്ടന്റ് ഉള്ള വെജിറ്റബിൾ ആയതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒട്ടും തന്നെ കാലറീസ് ഇല്ല. ബട്ട് ഒരു ഗ്രീൻ വെജിറ്റബിളും കൂടെ നമുക്ക് ആഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ആഡ് ദിസ്. കൂടുതൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യേണ്ടവർക്ക് കൂടുതൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. നമുക്ക് ഗ്രേപ്സ് ഇടണമെങ്കിൽ ഗ്രേപ്സ് ഇടാം, പൈനാപ്പിൾ ഇടണമെങ്കിൽ അതിടാം. യു ക്യാൻ ഓൾവേസ് ഗെറ്റ് ക്രിയേറ്റീവ്. ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് സാലഡ് ബിക്കോസ് ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു റൂളില്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ഓരോ ദിവസവും ഓരോ ടൈപ്പിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ തീരെ ബോറടിക്കാണ്ട് ഓരോ ദിവസവും ഡിഫറെൻറ്റ് മീൽസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതിനകത്തേക്ക് പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ട് ഓപ്ഷണൽ ആണ്. നമുക്ക് വേണമെങ്കിൽ പനീർ ക്യൂബ്സ് ആഡ് ചെയ്യാം ഓർ ഫെറ്റ ചീസ് ആഡ് ചെയ്യാം. ഫെറ്റ ചീസ് ഇസ് ഓൾസോ എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഇതിടുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ ഫില്ലിംഗ് ആയിട്ട് ഇരിക്കും. ഇത് വേണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടിട്ടാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ബട്ട് ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇടുന്നേ ഉള്ളൂ. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അഗെയിൻ ഓപ്ഷണൽ ആണ്, പൊട്ടറ്റോസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ആണ്. ഒരു കുറച്ചിട്ടാൽ മതി. ഒരു ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ ഒരെണ്ണം ഓർ മേ ബി ഹാഫ് ഇട്ടാലും മതിയാവും. ബിക്കോസ് ഓൾറെഡി ഇത് ഫില്ലിംഗ് ആണ്. കുറച്ച് പീസസ് ഞാൻ ഇട്ടു. ഇൻ കേസ് നമുക്കൊരു ചെറിയ കാർബോഹൈഡ്രേറ്റിൻ്റെ എസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പൊട്ടറ്റോ ആഡ്സ് ടു ഇറ്റ്. ഇനി നമ്മുടെ ഫൈനൽ ആൻഡ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചാറ്റ് മസാല നമ്മൾ ആഡ് ചെയ്യാണ്. ചാറ്റ് മസാലയിൽ ഓൾറെഡി സോൾട്ട് കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സോൾട്ട് ഒട്ടും തന്നെ ഇടേണ്ട ആവശ്യമില്ല. ഇത് മാത്രമാണ് ഇതിൻ്റെ ഫ്ലേവർ. ബട്ട് ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് വെരി മാജിക്കൽ. ബിക്കോസ് ഫ്രൂട്ടും ചാറ്റ് മസാലയും നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത ഒരു കോമ്പിനേഷനാണ്. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടാവും. It has a very Indian flavor because of the chaat masala. Now we can just give it a good mix. നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് മല്ലിയില ഓർ കൊറിയാൻഡർ ലീവ്സ് നമുക്ക് ആഡ് ചെയ്യാം. എനി ഇന്ത്യൻ ഹെർബ്സ് ഇട്ടാലും നമുക്കൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടും. തുളസിയുടെ ഇല ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണം വരും നമുക്ക്. ഓർ നാരകത്തിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാലും ഒരു പ്രത്യേക സ്മെല്ലാണ് വരിക. അപ്പോൾ വളരെ ഒരു ഇന്ത്യൻ ഫ്ലേവർ വരും ഇതെല്ലാം ഇടുമ്പോഴത്തേക്കും. നമുക്ക് ശരിക്കും ഒരു ചാട്ട് കഴിക്കണ ഒരു ഫീലിങ്ങും കൂടെ വരും. So there it is and we are ready. പ്രത്യേകിച്ചും കുക്ക് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നമ്മൾ വീട്ടിലെല്ലാവർക്കും ഒരേ ടൈപ്പ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം ഇനി വേറെ കുക്ക് ചെയ്യണ്ടേ വെയിറ്റ് ലോസ് ചെയ്യണ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മീൽ പ്രെപ്പാണിത്. അപ്പോൾ നേരത്തെ നമുക്കിത് ചോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുകയും ചെയ്യും. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് ഓൾസോ. നമുക്ക് അവൻ്റെയോ ഗ്യാസിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. So I hope all of you will try this and let me know in the comments.
സോ ഇതിലിപ്പോൾ നമ്മൾ വൈറ്റ് ആയിട്ടുള്ള പ്ലെയിൻ പീനട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ, കുറച്ചും കൂടെ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ടേസ്റ്റി ആവും. ഈവൻ കാഷ്യൂസ് ആണെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് തന്നെ എടുക്കാം. മേ ബി അലോങ് വിത്ത് ദാറ്റ് ഈ പൊട്ടാറ്റോസും കൂടെ നമ്മളൊന്ന് ചെറുതായിട്ടൊരു മസാല ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും ഇറ്റ് വിൽ ആഡ് എ ഡിഫറെൻറ്റ് ടേസ്റ്റ്, ഈവൻ ദ പനീർ. പക്ഷേ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയുടെ സിംപ്ലിസിറ്റി ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. കാരണം ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ബട്ട് ദീസ് ആർ ഓൾസോ ഓപ്ഷണൽ. ഓക്കെ, അപ്പം നമുക്കിത് കഴിച്ചു നോക്കാനായിട്ട് അമ്മയെ വിളിക്കാം. അമ്മ, അമ്മയുടെ സ്പെഷ്യൽ സാലഡ് ആണെന്ന്. കണ്ടാലൊക്കെ ഗംഭീരമുണ്ടല്ലോ. ചാറ്റ് മസാല, പീനട്ട് ആൻഡ് ആപ്പിൾ. ഞാൻ ഡാൻസ് ക്ലാസ്സിലൊക്കെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ താഴേക്ക് വിളിക്കും, അമ്മ എന്തെങ്കിലും കൊടുത്തയക്കുമോന്ന് വെച്ചിട്ട്. അപ്പൊ അമ്മ ഇതാണ് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് ക്ലാസ്സിലേക്ക് കൊടുത്തയക്കുന്നത്. നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് ശരിക്കും സോൾട്ട് ഇടണ്ട. ചാറ്റ് മസാല ഇടുമ്പോ തന്നെ ഒരു ഇന്ത്യൻ സാലഡാണ് ശരിക്കും. നല്ലൊരു ഇന്ത്യൻ. എപ്പോഴും ഇങ്ങനെ ഇംഗ്ലീഷ് സാലഡ്സ് ഉണ്ടാക്കി ശീലമുള്ളവർക്ക് ഇത് ഇഷ്ടാവുന്ന എനിക്കറിയായിരുന്നു. നന്നായി നല്ല ടേസ്റ്റ് ആയിട്ട്. വേണമെങ്കിൽ ഈ പനീർ ഗ്രേറ്റ് ചെയ്തിടാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ ഇടാനേ പറ്റുള്ളൂ, ഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ആപ്പിളും ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇടാം. കുറച്ചുകൂടെ ഇന്ത്യൻ ആക്കണേ കുറച്ച് സവാള അരിഞ്ഞിട്ട് നോക്കും, നല്ല സ്വാദം ഉണ്ടാവും. ശരിയല്ലേ? ഇതിന് വേറൊരു ഫ്ലേവർ വരും. കുറച്ച് സാലഡ് കഴിക്കണം, നമ്മുടെ ഇന്ത്യൻ സാലഡുകളുണ്ടല്ലോ, സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേറൊരു ടേസ്റ്റും കൂടെ കിട്ടും. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ടേസ്റ്റുകൾ ആഡ് ചെയ്യാന്നുള്ളതാണ്.